കേരളത്തിൻ്റെ ചരിത്രത്തിൽ പട്ടിക വിഭാഗങ്ങൾ മാത്രം ഏറ്റെടുത്ത് നടത്തിയ ചില സമരങ്ങളുണ്ട്. 1984 മണ്ഡൽ കമ്മീഷൻ, മണ്ഡൽ വിരുദ്ധ സമരം എല്ലാവരും ഒരേപോലെ നെഞ്ചിലേറ്റിക്കൊണ്ട് കേരളത്തിൻ്റെ മൊത്തം ശബ്ദത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്കത് കഴിഞ്ഞു. അതിനുശേഷമാണ് 93 CT സുകുമാരൻ സാറിൻ്റെ മരണം. അതും കേരളത്തിൻ്റെ ആത്മാവിനെ തൊട്ടുകൊണ്ടുള്ളൊരു പ്രതിഷേധമായിരുന്നു. അതിനെ തുടർന്ന് വരുന്നത് 2018 അട്രോസിറ്റി ആക്ട് അമെൻഡ് ചെയ്തു. ഈ അമെൻഡ്മെൻറ്റ് റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സമരം ആരംഭിക്കുകയും 9 പേരെ UP വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അതിനെ എതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് 2018 ഏപ്രിൽ 9 നമ്മൾ ഹർത്താൽ നടത്തിയത്. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ബസ്സുകൾ വരെ തടഞ്ഞുകൊണ്ട് ഞങ്ങളൊക്കെ ഒരു 6:30 മണിക്ക് നാഷണൽ ഹൈവേയിൽ കിടന്നുകൊണ്ടായിരുന്നു ബസ് തടഞ്ഞത്. ഇത് അതിനേക്കാളെല്ലാം പ്രാധാന്യമർഹിക്കുന്ന, നമ്മുടെയൊക്കെ ജീവനിൽ ടച്ച് ചെയ്യുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് നേരത്തെ ബിജു അയ്യമ്പള്ളി പറഞ്ഞതുപോലെ, AK സജീവ് പറഞ്ഞതുപോലെ നമ്മൾ ഒരാൾ പങ്കെടുക്കുക എന്നുള്ളതല്ല, ഒരു കുടുംബം പങ്കെടുക്കുക എന്ന അവസ്ഥയിലേക്ക് ഇതിനെ മാറ്റാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ വളരെ കൃത്യമായിട്ട് 2 ബോധത്തിലാണ് നമ്മുടെ സമുദായങ്ങൾ നിൽക്കുന്നത്. ഒന്ന്, കൃത്യമായ ജാതിബോധത്തിന് വിധേയമായ ജാതി സംഘടനകൾ. അതിൽ നിന്ന് വ്യത്യസ്തമായി സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ ബോധം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ദളിത് സംഘടനാ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ഇതിനകത്ത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായിട്ടുള്ള JPMS നമ്മളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ മറികടക്കുന്ന രീതിയിൽ മറ്റുള്ള ആളുകൾ ഐക്യപ്പെടുക എന്ന് മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് മീറ്റിംഗ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. നിതിൻ രാജിൻ്റെ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഒന്ന്, ഈ കോളേജിൽ ഈ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഹർത്താലിൽ ഉയർത്തുന്ന 5 മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണത്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുക എന്നത്. രണ്ടാമത്തത്, രോഹിത് ബഹുമല ആക്ട്, ഈ ആക്ട് നടപ്പിലാക്കുക. രോഹിത് ബഹുമലയുടെ മരണത്തിന് ശേഷം ഇന്ത്യയിൽ ഉയർന്നു വന്ന ഒരു സാമൂഹ്യ ബോധത്തെ ഒരു ആക്റ്റായി മാറ്റുകയും ഈ ആക്ട് പല സ്ഥലത്തും നടപ്പിലാക്കുകയും ചെയ്തു. പുരോഗമന കേരളം അത് കണ്ടതായിപ്പോയും തടിച്ചിട്ടില്ല. അപ്പം അത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരാവശ്യമായിട്ട് നമ്മൾ ഉന്നയിക്കേണ്ടി വരുന്നു. മൂന്നാമത്തത്, നിതിൻ രാജിൻ്റെ കുടുംബത്തിന് കോമ്പൻസേഷൻ കൊടുക്കണം. എങ്ങനെയാണ് നമ്മൾ കോമ്പൻസേഷൻ ഡിസൈഡ് ചെയ്യുന്നത്? അദ്ദേഹം പഠിച്ച് ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം വരെ അദ്ദേഹത്തിന് സേവിക്കാൻ കഴിയുമായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹത്തിന് സമ്പാദിക്കാൻ കഴിയുമായിരുന്ന ക്യാഷ് നമ്മളൊന്ന് മെഷർ ചെയ്യണമെങ്കിൽ നമുക്കിത് പറയാൻ കഴിയും. ഏകദേശം 10 കോടിയോളം അദ്ദേഹത്തിൻ്റെ ചിലവെല്ലാം കഴിച്ച് അദ്ദേഹത്തിന് സമ്പാദിക്കാൻ കഴിയും.
അതുകൊണ്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ സ്ഥാപനം 10 കോടി രൂപ നിതിൻ രാജിൻ്റെ കുടുംബത്തിന് കൊടുക്കണം എന്നൊരാവശ്യമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. മൂന്നാമത്തത്, ഈ കോളേജിൻ്റെ ഉടമസ്ഥൻ ആരാണ്, ഇതിൻ്റെ അഫിലിയേഷൻ എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണയില്ല. ഈ അടുത്ത കാലത്താണ് അതിൻ്റെ ഉടമസ്ഥർ തന്നെ ആരാണെന്ന് പതുക്കെ പുറത്ത് വരാൻ തുടങ്ങിയത്. ഈ കോളേജ് ഇരിക്കുന്നത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയിലാണ്. ഇതൊരു പ്രൈവറ്റ് സ്ഥാപനമാണ്. അതായത് കോൺഫിസ്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് പിടിച്ചെടുത്തുകൊണ്ട് ആരും അറിയാതെ റവന്യൂ അതോറിറ്റിയായിട്ടുള്ളൊരു തട്ടിപ്പിൻ്റെ അവസ്ഥയിൽ ഇതവർ സ്വന്തമാക്കിയിട്ട് അതിനകത്താണ് ഈ സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പതുക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ സ്ഥാപനത്തിൻ്റെ അഫിലിയേഷൻ തന്നെ ക്യാൻസൽ ചെയ്യണമെന്നുള്ളതാണ്. ഇത്തരം സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ മണ്ണിൽ പ്രവർത്തിക്കാൻ നമ്മൾ അനുവദിക്കരുത് എന്ന് നമ്മൾ ശക്തിയായിട്ട് ആവശ്യപ്പെടുകയാണ്. അടുത്തത്, 5ാമത്തെ ആവശ്യം, ഈ കേസിൻ്റെ അന്വേഷണം നടക്കുന്നത് സ്റ്റേറ്റ് പോലീസിൻ്റെ നേതൃത്വത്തിലാണ്. നേരത്തെ ബിജു അയ്യമ്പള്ളി പറഞ്ഞതുപോലെ ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഇത് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ താഴെയാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നീതി കിട്ടാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഈ അന്വേഷണം തൃപ്തികരമല്ല. തൃപ്തികരമായൊരു അന്വേഷണം നടത്തണമെങ്കിൽ അത് ജുഡീഷ്യൽ അന്വേഷണം തന്നെ ആയിരിക്കണം. അത്തരമൊരു ആവശ്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഈ 5 ആവശ്യങ്ങൾ എല്ലാവരും മനസ്സിൽ കുറിക്കുകയും അത് 28-ാം തീയതി മുഴുവൻ ആളുകളെയും പഠിപ്പിച്ചുകൊണ്ട് രംഗത്തിറക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നാം ഓരോരുത്തരും ഏറ്റെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ജയ് ഭീം.